ഹായ് ഫ്രണ്ട്സ്, മജീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനോദയാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കാണ്. പ്രകൃതി സുന്ദരമായ വയനാടിനെക്കുറിച്ച് ഒന്നോ രണ്ടോ വീഡിയോയിൽ ഒതുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഇതിനെ തുടർന്ന് വരുന്ന വീഡിയോകളിലൂടെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് വയനാട് യാത്രയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വയനാട് യാത്രയിൽ നമുക്ക് വളരെ ഭംഗിയുള്ള നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് തുടക്കത്തിലുള്ളത്. അപ്പോൾ ഞങ്ങൾ കോട്ടക്കലിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൽ അറപ്പുഴ നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡൊക്കെ ശരിക്കും നമ്മൾ ഒരു ദ്വീപിലൊക്കെ പോയാൽ മാതിരി. അതാണ്ടില്ല, അതാ ആ കാണുന്നത് നല്ല ഭംഗിയാണ്. ലക്ഷദ്വീപ് അതുപോലെയുള്ള ദ്വീപുകളിലൊക്കെ പോയാൽ കാണുന്ന കാഴ്ചയാണ്. മീൻ പിടിക്കുന്നുണ്ട്, രാവിലെ തോണിക്കാരെ കാണുന്നുണ്ട്, മീൻ പിടിക്കാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇച്ചിരി നമ്മുടെ വയനാട് യാത്രയിൽ അടുത്തൊരു കാഴ്ച നമുക്ക് കാണാനുള്ളത്, നമ്മൾ കുന്നമംഗലം കഴിഞ്ഞ് കുറച്ചും കൂടി പോന്നിട്ട് വയനാട്ടിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയൊരു പുഴ കാണുന്നുണ്ട്. ആ പുഴയുടെ പേരെനിക്കറിയില്ല. അതിൻ്റെ മുകളിൽ കൂടെ ഒരു തൂക്കുപാലം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്ക് ആ പാലവും ഒക്കെ ഒന്ന് കാണാം. നല്ല രസമുള്ള കാഴ്ചയാണിത്. പഴയതാണ് തോന്നുന്നുണ്ട്, കുറേയൊക്കെ ഡാമേജൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ട്. ഇതിലങ്ങനെ പോകുമ്പോൾ കാണാനും ഒക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു തൂക്കുപാലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വയനാട് യാത്രയിൽ ഏകദേശം ഇപ്പോൾ ഒരു 10 മണിയായി. ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുട്ടികളൊക്കെ വണ്ടി കയറി ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. വയനാട് യാത്രയിൽ നമുക്ക് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൈനാപ്പിൾ തോട്ടം. നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഏകദേശം നമ്മുടെ അടിവാരം, താമരശ്ശേരി കഴിഞ്ഞ് അടിവാരമൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് കാണുന്നൊരു കാഴ്ചയാണിത്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇവിടെ എപ്പോഴും മിക്കവാറും പണ്ട് കാലങ്ങളിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴൊക്കെ പൈനാപ്പിൾ കൃഷിയും കൂടെ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വയനാട് യാത്രയിൽ ഏകദേശം ഞങ്ങളിപ്പോൾ അടിവാരത്ത് എത്തിയിട്ടുണ്ട്.
അടിവാരത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഞങ്ങൾ നല്ല സുന്ദരമായൊരു പള്ളി മസ്ജിദ് കണ്ടപ്പോൾ ആ പള്ളിയുടെ ഓരത്തൊന്ന് നിർത്തിയിട്ട് ആ വീഡിയോ ഒന്ന് ചിത്രീകരിക്കാൻ കരുതിയാണ്. അതുപോലെ തന്നെ പടിവാരത്ത് നമ്മൾ വയനാട് ചുരം ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ വയനാട് ചുരത്തിലേക്കുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ബാക്കി നമുക്ക് വയനാട് ചുരത്തിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വയനാട് ചുരം ആരംഭിച്ചിരിക്കുകയാണ്. വയനാട് ചുരത്തിലൂടെയുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ. കണ്ടോ, നമുക്ക് കാണാം ആ ചിത്രത്തിലൊക്കെ ബാക്കിൽ ആ സൈഡിൽ കാണുന്ന വ്യൂ നല്ല ഭംഗിയുണ്ട്. വളവും തിരിവൊക്കെ ആയിട്ട് നല്ല റോഡുകളും രണ്ട് സൈഡിലും നല്ല പച്ച പിടിച്ച കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല സുന്ദരമായ ചുരത്തിലെ കാഴ്ചകൾ വീണ്ടും മുകളിൽ എത്തുമ്പോൾ കാണാം. അപ്പോൾ ചുരം ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയ തുഷാരഗിരി നമ്മുടെ വെള്ളച്ചാട്ടം കൂടെ ഒന്ന് പോയി കാണാമെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ തുഷാരഗിരി വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. നമുക്ക് അവിടെ പോയിട്ട് നല്ല ഭംഗിയുള്ള വാട്ടർഫാൾസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ അടുത്ത് ഇവിടെ എത്തി, കൗണ്ടറിലൊക്കെ എത്തി, വണ്ടിയൊക്കെ സൈഡൊക്കെ ഇട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. നല്ല സുന്ദരമായൊരു വാട്ടർഫാൾസാണ് അവിടെ. പക്ഷേ ഇപ്പോൾ അധികം മഴയും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ല എത്ര കണ്ടുണ്ടെന്ന് അറിയില്ല. നമുക്ക് അതിൻ്റെ ഭംഗി നമുക്ക് പോയി നോക്കാം. എൻട്രൻസ് എന്നിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിങ്ങനെ കയറി പോവാണ് വെള്ളച്ചാട്ടം കാണുന്നതിൻ്റെ അടുത്തേക്ക്. നല്ല രസമാണ്, പോകുന്ന വഴി തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ കാണാം പുറകിൽ നല്ലൊരു വ്യൂ ആണ്. അതിൻ്റെ കുറച്ചുകൂടെ നല്ലൊരു കാഴ്ച നമുക്ക് അതിൻ്റെ അടുത്ത് പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഈ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ ആദ്യത്തെ കാണുന്ന താഴെയുള്ളതിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. താഴെ പുറകിൽ നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലും അതിൻ്റെ മുകളിലായിട്ട് 2 വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. ഇനി വരുന്നവർ തന്നെ മഴക്കാലമല്ലെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണണം. അതിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് താഴെയുള്ള ഒരെണ്ണം മാത്രം കണ്ടിട്ട് പോവുമായിരുന്നു. പിന്നെ ഇതിന് മുകളിൽ 2 വാട്ടർഫാൾസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ കൂടെ ഒരു അവസരമാണ്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് റിസ്ക് എടുത്ത് പോകാണ്ട്, കുറച്ച് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു പോകാണ്ട്. നല്ലൊരു കയറ്റാണ്. ആ കയറ്റമൊക്കെ കയറി അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ ആ വലിയ കുത്തനെയുള്ള കയറ്റമൊക്കെ കയറി ഏകദേശം ഒരു 3/4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അതൊക്കെ കയറി ഇങ്ങനെ വന്ന് ഇനി ഇതിൻ്റെ മുകളിൽ ഇവിടെയാണ് ഇപ്പോൾ ഒരു കാണാനുള്ളൊരു വ്യൂ പോയിന്റ്, നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വാട്ടർഫാൾ കൂടെ ഉണ്ട്. 3 എണ്ണമാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. താഴെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇത് മിഡിലായിട്ട് വരും. ഇനി ഇതിൻ്റെ ടോപ്പിലൊന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം. വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്.
അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലത്തെ മൂന്നാമത്തെ വെള്ളച്ചാട്ടം അതും കൂടെ ഒന്ന് കാണാൻ നേരി പോവാണ്. ഇപ്പോൾ താഴെ ഏറ്റവും താഴത്തെ മെയിൻ വെള്ളച്ചാട്ടം കണ്ടു, പിന്നെ മിഡിലായിട്ടുള്ള അതും കണ്ടു. ഏറ്റവും ബെസ്റ്റ് നല്ല സൂപ്പർ താഴത്തെ ആട്ടോ, ഫസ്റ്റിൽ ഏറ്റവും താഴത്തെ. മുകളിലേക്കൊന്നും കൂടുതലാരും വരില്ല, പക്ഷെ ഈ വരുന്ന ആ ഒരു കുത്തനെയുള്ള കയറ്റം കയറി നമ്മൾ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വന്നാൽ മെയിൻ വെള്ളച്ചാട്ടം കണ്ട് പോവുക ചെയ്യുക എല്ലാവരും. പക്ഷേ ഇതിൻ്റെ ഒരു ത്രില്ല് ഇതാണ് കേട്ടോ. രണ്ടാമത്തതും മൂന്നാമത്തെ ഏറ്റവും മലേൻ്റെ മുകളിലാണ് ഈ കയറ്റമൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോവാന്ന് പറയുമ്പോഴേ അതൊരു വല്ലാത്തൊരു രസമാണ്. ഏതായാലും എത്താറായി മൂന്നാമത്തത്, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിക്ക് നല്ലൊരു കാടാണ്, ഒരു ഇടുങ്ങിയ കുറുക്ക് വഴിയാണ്, കയറ്റാണ്, കുറച്ച് റിസ്ക്കാണ് ഇങ്ങോട്ട് വരാൻ. പക്ഷെ ഭയങ്കര ത്രില്ലാണ്, രസമാണ്. അതിൻ്റെ ഇടയിൽ വലിയൊരു മരവും കാടും എന്തൊരു ഭംഗിയാണ് അത്. നമ്മൾ കയറും തോറും വഴിയിൽ ആനപ്പിണ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ വൈകുന്നേരം 3 മണി വരെ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഏറ്റവും മുകളിലുള്ള തുഷാരഗിരിയിലെ വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയതാ. ഈ കാണുന്ന ആ വ്യൂ ഉണ്ടല്ലേ, നല്ല സൂപ്പറാണ്. ഏതായാലും അത്രയും റിസ്ക് എടുത്ത് ആ മലയൊക്കെ കയറി വന്നതിനുള്ള കാര്യമുണ്ട്. നല്ല സൂപ്പറാണ്. വെള്ളമില്ല അധികം, വെള്ളച്ചാട്ടപ്പം മഴക്കാലം അധികം ഇല്ല, വെള്ളമില്ലാത്തത് കൊണ്ട് വെള്ളം കുറവാണ്. എന്നാലും നമുക്ക് നല്ല സൂപ്പർ വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തുഷാരഗിരി വാട്ടർഫാൾസ്. തുഷാരഗിരിയിൽ 3 മെയിനായിട്ട് വാട്ടർഫാൾസ്, ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട് ഇങ്ങോട്ട് എത്തണമെങ്കിൽ, പക്ഷെ എത്തിക്കഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ്, സൂപ്പർ, നല്ല വ്യൂ ആണ്. മഴ ഇല്ലാത്തതുകൊണ്ടും വെള്ളം ഇല്ലാത്തതുകൊണ്ടും ആ ഒരു ഭംഗി കുറവുണ്ട്, എങ്കിലും തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസ് കാണാൻ വരുന്നവർ മിക്കവാറും താഴെ ഒരു വാട്ടർഫാൾ ഉണ്ട്, ഈരാറ്റുമുക്ക്. അത് കണ്ടങ്ങോട്ട് തിരിച്ചു പോവുക ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നമ്മൾ കുത്തനെയുള്ള കയറ്റമൊക്കെ കണ്ട് കയറി കഴിഞ്ഞ് നമ്മൾ നല്ല ഭംഗിയാണ് അതിൽ കയറി വരാൻ. കുറച്ച് റിസ്ക് എടുത്ത് കാരണം അത് കയറി കഴിഞ്ഞ് വന്നാൽ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതാണ് മഴവിൽ ചാട്ടം. അവിടുന്ന് നമ്മൾ നല്ല കുത്തനെയുള്ള വഴിയും ഒക്കെ കയറി കുറച്ച് റിസ്ക്കൊക്കെ എടുത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനുള്ളത്. ഇവിടെയാണ് തുമ്പിതുള്ളും പാറ. നല്ല സൂപ്പർ വ്യൂ ആണ്. ഇപ്പോൾ മഴയില്ല, വെള്ളമില്ല, അതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ട്. എന്നാൽ തന്നെ വളരെ ഭംഗിയാണ്. മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് ആരെയും കയറ്റി വിടില്ല, വരാൻ കഴിയില്ല മഴ കാരണം. അപ്പോൾ ഇപ്പോൾ ഒക്കെ കടത്തി വിടുന്നുണ്ട്, അത്യാവശ്യം കാണാനുള്ള കാഴ്ചകളും ഉണ്ട് നമുക്ക്. അപ്പോൾ ഏറ്റവും ടോപ്പിലെ തുമ്പിതുള്ളും പാറ വാട്ടർഫാൾസും കണ്ട് ഞങ്ങൾ കുത്തനെയുള്ള ഇറക്കം അങ്ങനെ ഇറങ്ങുകയാണ്. ഈ വാട്ടർഫാൾസ് നമ്മൾ കണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അത്ഭുതകരമായ മറ്റൊരു കാഴ്ചയുണ്ട്. 400 വർഷം പഴക്കമുള്ള വലിയൊരു മരം, അതിന്റെ ഉൾഭാഗം മുഴുവൻ പൊത്തായി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വഴിയിലൂടെ അടിയിൽ നമുക്ക് കയറാം, നമുക്കൊന്ന് കയറി നോക്കാം. അങ്ങനെ നമ്മൾ നുഴഞ്ഞ് ഉള്ളിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ അടിയിൽ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, താഴെ മുതൽ ഏറ്റവും മുകൾ വരെ ഫുൾ ഹോളായിട്ട് കിടക്കുകയാണ്. അതാ കാണാപ്പെടുന്നത്, ഫുൾ ഹോളായിട്ട് കിടക്കുകയാണ്. 2-3 വഴിയുണ്ട് പുറത്തിറങ്ങാൻ. അപ്പൊ ഒരു വഴിയിലൂടെ ഞാനിങ്ങനെ മെല്ലെ നുഴഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വളരെയധികം ക്ഷീണിച്ച് അവശനായിരിക്കുകയാണ്.
ഇവിടെ വന്ന് തുഷാരഗിരി വാട്ടർഫാൾസിൽ വന്ന് നമ്മൾ 3 വെള്ളച്ചാട്ടവും കണ്ട് കുത്തനെയുള്ള കയറ്റവും കയറി ഇറക്കമൊക്കെ ഇറങ്ങി ക്ഷീണിച്ച് അവശനായിരിക്കുകയാണ്. ഇനി ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വയനാട് യാത്ര ഇവിടെ തീരുകയാണ്. വീണ്ടും സുന്ദരമായ വയനാട് യാത്രയിലെ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.